യമനിൽ 10 ഒരുമിച്ച് അമേരിക്ക ഒരു ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. എന്താണ് യമനിൽ സംഭവിക്കുന്നത്? അതായത് ഈ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച അന്നോട്ട് ഹമാസ് പോലെ തന്നെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഹൂത്തികളും. അതായത് ഹമാസിനെ സഹായിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇസ്രായേലിലേക്ക് ഹൂത്തികൾ റോക്കറ്റും കാര്യമൊക്കെ അയക്കുന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ അവിടെ നേരിട്ട് മുമ്പ് ആക്രമിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഹമാസിനെ ആക്രമിക്കുന്ന കണ്ടീഷൻ വന്നു. അവിടെ യുദ്ധം പുനരാരംഭിച്ചു ഗാസയിൽ. അപ്പോൾ ഹൂത്തികൾക്ക് പെട്ടെന്നൊരു ഇളക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെഡ് സീയിലൂടെ പാസ് ചെയ്യുന്ന ഷിപ്സിനെ വീണ്ടും നേരത്തെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഓൾറെഡി ഒരു 100 ആക്രമണങ്ങൾ എങ്കിലും നടന്നിട്ടുണ്ട് ഷിപ്സിന് അഗൻസ്റ്റ് വെസ്റ്റേൺ ഷിപ്സ്. അപ്പോൾ ഇപ്പോൾ അവരത് വീണ്ടും പുനരാരംഭിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അവിടെയുണ്ട് റെഡ് സീയിൽ, USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹൂത്തികളുടെ തന്നെ അവകാശവാദം അനുസരിച്ച് 4 പ്രാവശ്യം ഈ USS ഹാരി എസ് ട്രൂമാനെതിരെ ആക്രമണം നടത്തി എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഹൂത്തികൾ. അവിടെ ഷിപ്പിന് എന്തെങ്കിലും പറ്റിയതായിട്ട് നമുക്കറിയില്ല, പക്ഷേ അവകാശവാദങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അമേരിക്ക ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് റിട്ടാലിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ അതർവൈസ് അവിടെ കാരണങ്ങളുണ്ട് ധാരാളം. കാരണം വളരെയധികം അമേരിക്കൻ ആൻഡ് വെസ്റ്റേൺ ഷിപ്സ് ഓൾറെഡി അറ്റാക്ഡ് ബൈ ഹൂത്തീസ്. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഈ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇപ്പോൾ ചൊവ്വാഴ്ച കാലത്തെ തന്നെ 10 സ്ഥലം ഒരുമിച്ച് ആക്രമിച്ചു, ഒരുമിച്ച് ബോംബിംഗ് നടത്തി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നത് സന എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റി ഉണ്ട്. അവിടെ ജറാഫ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ആയുധങ്ങൾ സൂക്ഷിക്കലും അതേപോലെ ഹൂത്തികളുടെ ഒരു സ്ട്രോങ് ഹോൾഡാണത്. അവിടെയാണ് ഏറ്റവും ഘോരമായ ആക്രമണം നടന്നത്. പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും ആക്രമിച്ചായിരുന്നു. അതിൽ ഒരെണ്ണം അൽ ബൈദ പ്രൊവിൻസ് എന്ന് പറയും, അതായത് സദേൺ യമനിലാണ്. അവിടെയും മിലിറ്ററി വെയർ ഹൗസസ് ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ മിലിറ്ററി വെയർ ഹൗസസ് നശിപ്പിക്കാനായിട്ട് അവിടെയും ആക്രമണം നടത്തി. പിന്നെ ഈ ഹുദൈദ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് അവരുടെ ഒരു മേജർ പോർട്ടൊക്കെയാണ്, ഹാർബറും പോർട്ടും ഒക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയും നല്ല തോതിൽ ആക്രമണം നടത്തി. ഇതിനു മുമ്പ് ഇസ്രായേൽ ഒരു പ്രാവശ്യം ഈ ഹുദൈദ ആക്രമിച്ചായിരുന്നു. അപ്പോൾ ഹുദൈദ വഴിയാണ് യമൻ്റെ സാമ്പത്തികമായ വരുമാനം മുഴുവനും ആ വഴി, പ്രധാന ഭാഗം വരുന്നത് ആ വഴിക്കാണ്. അത് നമ്മുടെ ഇപ്പോൾ ബോംബെയിൽ സീ പോർട്ട് ഉള്ളതുപോലെ തന്നെ അവിടെയും സീ പോർട്ടുണ്ട്. അതിലാണ് പ്രധാനമായിട്ട് വരുമാനം വരുന്നത്. അതിന് ഒരുവിധം തകർപ്പ് കൊടുത്തായിരുന്നു ഇസ്രായേൽ മുമ്പ്. ഇപ്പോൾ ബാക്കി എന്തെങ്കിലും തകരാനുണ്ടെങ്കിൽ അമേരിക്ക ഒന്നും കൂടി കയറി ആക്രമിച്ചു. പിന്നെ ഈ സന സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ മിലിറ്ററി വെയർ ഹൗസസ് ഉള്ളതും അതേപോലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സും മറ്റു സാഹചര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം ഒരുവിധം പാകപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക പോയിട്ട്. പിന്നെ ഇപ്പോൾ ഇവർ പറയുന്ന കാരണം, അതായത് ഹൂത്തികൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നം എന്തുണ്ടായാലും ഞങ്ങൾ അതിൽ ഇടപെടും, പാലസ്തീന് വേണ്ടി ഇടപെടും. അപ്പോൾ പാലസ്തീനിൽ അവിടെ ഇപ്പോൾ അല്ലെങ്കിൽ ഗാസയിൽ ഇപ്പോൾ അവിടെ ഭക്ഷണവും മറ്റു സാധനങ്ങളൊക്കെ എമർജൻസി റിലീഫ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ തടസ്സം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ആ തടസ്സം മാറ്റാതെ ഇതിൽ റെഡ് സീയിലൂടെ ആരും പോകേണ്ടത്. ഈ ഗാസയിലേക്ക് ഭക്ഷണമോ മരുന്നോ മറ്റു സാധനങ്ങളോ എത്തുന്നതിൽ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ തടസ്സം സൃഷ്ടിക്കും, ഇതിൽ ഷിപ്പ് പോകണ്ടെന്നാണ് പറയുന്നത്. അവർ വളരെ വലിയ ഹ്യൂജ് ഷിപ്സ് അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു ടെൻഡൻസി വന്നിരുന്നു. ഇപ്പോൾ ഈ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് 53 പീപ്പിൾ ഓൾറെഡി കിൽഡ്, 53 പേര് മരിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സ്ഥലം അവർ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ദഹിയാൻ എന്ന് പറഞ്ഞിട്ടാണ്. ദഹിയാനിലാണ് ഹൂത്തികളുടെ നേതാവിൻ്റെ സ്ഥലമാണത്. ഹൂത്തികളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ മാലിക് അൽ ഹൂത്തി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണത്. അതുകൊണ്ട് ഈ ദഹിയാൻ എന്ന് പറയുന്ന സ്ഥലത്തും നല്ലപോലെ ബോംബിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ അമേരിക്കയുടെ പോളിസി എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രഷർ ക്യാമ്പയിൻ എന്ന് പറയുന്നതാണ്. അതായത് ഇവരെ മുൾമുനയിൽ നിർത്തുക, എന്നാലേ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇവരുടെ ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ടെൻഡൻസി നാച്ചുറലായിട്ടുണ്ടാകുന്നതാണ്. അത് ഇറാനായാലും ചാൻസ് കിട്ടി ആക്രമിക്കും. ഇറാൻ്റെ സിൽബന്ദികളായിട്ട് നടക്കുന്ന ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഹിസ്ബുള്ളയുണ്ട്, ഹമാസുണ്ട്, ഹൂത്തിയുണ്ട്, പിന്നെ റവല്യൂഷണറി ഗാർഡ്സ് ഇറാൻ്റെ ഉണ്ട്, പിന്നെ ഇറാഖിലും സിറിയയിലും മറ്റ് ആൾക്കാരുണ്ട്. ഇവരെ വേണ്ട പോലെ ആക്രമിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നവരാണ്. ഒരു പേടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ നിലയ്ക്ക് നിൽക്കുള്ളൂ. അപ്പോൾ അമേരിക്ക ഇപ്പോൾ നല്ലപോലെ
ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. 10 സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട്. അമേരിക്ക ഒരു ടാർഗറ്റായിട്ട് കാണുന്നത് ഇറാനാണ്. ഇറാനാണ് ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അവർ പറയുന്നത്. ഇപ്പോൾ അമേരിക്കയോ ഇസ്രായേലോ മറ്റ് വെസ്റ്റേൺ കൺട്രീസോ അതിനെ ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ഇറാൻ അവകാശപ്പെടുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെയൊക്കെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ലെബനോണൊക്കെ ഒരുവിധം പരുവത്തിലായി. സിറിയ ആണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് മാറിയപ്പോൾ ഇറാൻ്റെ പിടിയിലല്ലാതായി. അതേപോലെ ഓരോ സ്ഥലങ്ങളെയും ലിബറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ പോളിസി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരെ ഹൂത്തികളെ ആക്രമിക്കുമ്പോൾ ഹൂത്തികൾക്ക് വല്ലാതെ ക്ഷീണം പറ്റുമ്പോൾ ഇറാൻ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. കാരണം ഇറാനാണ് ഇവരെ കൊണ്ടത് മുഴുവൻ ചെയ്യിക്കുന്നത്. അത് അമേരിക്കയ്ക്കും അറിയാം, അതേപോലെ ഇറാനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ഹൂത്തികളെ ആക്രമിക്കലാണ്. മാത്രമല്ല ഹൂത്തികളാണെങ്കിൽ അതിനുള്ള കാരണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് വെസ്റ്റേൺ ഷിപ്സിനെ ആക്രമിക്കുന്നു. അത് മാത്രമല്ല ഇപ്പോൾ കയറി മുറത്തി കയറി കൊത്താന്ന് പറഞ്ഞ പോലെ ഇവരിപ്പോൾ ഈ ഹാരിയസ് ട്രൂമാൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ തിരിച്ച് അമേരിക്ക അവിടെ അടിയണത്തുന്നുണ്ട്. ഇനി ഇറാൻ ഏതെങ്കിലും കാരണവശാൽ പ്രകോപനത്തിന് വഴങ്ങി എന്തെങ്കിലും ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇറാൻ്റെ കാര്യം കഷ്ടമാവും. കാരണം അമേരിക്കയും ഇസ്രായേലും അൾട്ടിമേറ്റ്ലി ലക്ഷ്യമിടുന്നത് ഇറാനെ ആക്രമിക്കാനാണ്. ഇറാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകും. അതാണ് ഇവരുടെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. അപ്പോൾ ഇറാനാണെങ്കിൽ ഇപ്പോൾ എൻറിച്ച്ഡ് യുറേനിയം ഒക്കെ അവരുടെ കയ്യിലായി തുടങ്ങി. പലരും പറയുന്നത് ന്യൂക്ലിയർ ബോംബിൻ്റെ അടുത്തെത്തിയെന്നാണ്. അപ്പോൾ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെന്തെങ്കിലും പുതിയ മരുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പരിശോധിച്ച് നോക്കണമല്ലോ. അപ്പോൾ ഇവർക്ക് ന്യൂക്ലിയർ ബോംബ് കിട്ടിക്കഴിഞ്ഞാൽ പരിശോധിക്കുന്നത് ചിലപ്പോൾ ഇസ്രായേലിൻ്റെ മെത്തായിരിക്കും. അത് ഈ വക പാർട്ടീസിനൊന്നും ഇങ്ങനെ പരിശോധനയിലൊന്നും വലിയ ഭയമൊന്നുള്ളൂ, അല്ലെങ്കിൽ അതിലൊരു കുറ്റബോധമൊന്നുള്ളവരല്ല. ഉദാഹരണത്തിന് ഇറാഖിൽ സദ്ദാം ഹുസൈനുള്ള കാലത്ത് അവർ കെമിക്കൽ വെപ്പൺ സംഘടിപ്പിച്ചെടുത്തു. ആ കെമിക്കൽ വെപ്പൺ എഫക്റ്റീവ് ആകണോ എന്നൊന്ന് പരിശോധിക്കണമായിരുന്നു. അതിന് സദ്ദാം ഹുസൈൻ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യത്തെ ജനങ്ങളുണ്ട്, കുർദുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹലാബ്ജ, ഇറാഖിലെ ഹലാബ്ജ എന്ന് പറയുന്ന സ്ഥലത്ത് കുർദുകൾ ധാരാളമുണ്ട്. സദ്ദാം ഹുസൈൻ ആദ്യം അദ്ദേഹത്തിൻ്റെ കെമിക്കൽ വെപ്പണിൻ്റെ ഗുണം എന്തോരമുണ്ടെന്ന് പരിശോധിച്ചത് ഈ ഹലാബ്ജ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയുള്ള കുർദുകളുടെ മേത്താണ് കൊണ്ടുപോയി ഇത് പരിശോധിച്ചത്. 5000 പേര് ഒറ്റയടിക്ക് മരിച്ചു. അതോടുകൂടി സദ്ദാം ഹുസൈൻ വളരെ റെസ്പെക്റ്റബിളായി ആ ഏരിയയിൽ. അവിടെ റെസ്പെക്റ്റബിൾ ആകാനുള്ള മാർഗ്ഗം ഇതാണ്. ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവരെ സമൂലം തീർത്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ രീതി ഇതാണ്. അപ്പോൾ ഇവർക്ക് ആകെ മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയാണ്. അമേരിക്ക ശക്തി കൊണ്ട് ഇവരെ നിയന്ത്രിച്ച് നിർത്തിയാലേ ബാക്കിയുള്ളവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഇറാൻ ഇത് സംഘടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇറാനത് ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടുപോയിട്ട് ഇസ്രായേലിൻ്റെ മേത്തായിരിക്കും പരിശോധിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടുന്നത് തടയുക എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ചാൻസ് കിട്ടുന്നു അപ്പോൾ ഇറാൻ അടിക്കുക എന്നുള്ളതാണ് അവർ, പ്രത്യേകിച്ച് അവരുടെ ന്യൂക്ലിയർ സൈറ്റ്സ്. അതിന് ഉള്ള പ്രകോപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രകോപനങ്ങളൊക്കെ അതിന് ചിലപ്പോൾ വഴിമരുന്നിടും. കാരണം ഇറാൻ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. ഇറാന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇറാനെ കയറി ആക്രമിക്കുക. അത് മാത്രമല്ല ഈ ഹൂത്തികൾ എന്ത് ചെയ്താലും അതിന് ഉത്തരവാദിയായിട്ട് ഞങ്ങൾ ഇറാനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നത്. അപ്പം യമനിലെ ആക്രമണം ഇറാനുള്ളൊരു മറുപടിയും, അതെ, ഒരു മുന്നറിയിപ്പും മറുപടിയുമാണ്. സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്ന് പറയില്ലേ, അതേപോലെ സൂചന കൊടുക്കുന്നതാണ്.